നമുക്ക് കുമ്പളപ്പം ഉണ്ടാക്കിയാലോ. കഴിഞ്ഞ ദിവസം ചക്ക ഇട്ടാണ്, അപ്പോൾ ആ ചക്ക പുഴുങ്ങാൻ വേണ്ടിയിട്ടിട്ടായിരുന്നു. പക്ഷേ നമുക്ക് പുഴുങ്ങുന്ന ആ ഒരു പരുവം കഴിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതിതേ ഇന്നിരുന്ന് പഴുത്തിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു കുമ്പളപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പല സ്ഥലത്തും ഇതിനെ പല പേരാണ് പറയുന്നത് കേട്ടോ. ചിലയിടത്ത് ഇതിനെ തെരളിയപ്പമെന്നും ചക്കയപ്പമെന്നും വഴനയപ്പമെന്നും ഒക്കെ പറയും. ഞങ്ങൾ കോട്ടയംകാരിനെ പറയുന്നത് കുമ്പളപ്പം എന്നാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ജീരകവും ഏലക്കയൊക്കെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്തിട്ട് നമുക്ക് ചക്ക എടുക്കാം. അപ്പോൾ കൂഴച്ചക്കയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് വരിക്കച്ചക്കയും കൊണ്ടും ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അതപ്പം അരിയണം കേട്ടോ. അരിഞ്ഞ് മിക്സിക്കകത്തൊക്കെ ഇട്ട് പൊടിച്ച് അതിൻ്റെ പൾപ്പൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. കൂഴച്ചക്കയാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ അത് ഒരു ഉരുളി ചൂടാക്കി അതിലേക്ക് ഈ ചക്ക ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ ഒരു പരിവാകുമ്പോഴത്തേക്കിനും നമ്മളത് ചക്കേനെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന ജീരക ഏലക്കയും കൂടി ഇട്ട് ആവശ്യത്തിന് തേങ്ങയിട്ട് നമുക്കിഷ്ടമുള്ള പൊടി ഇടാം. അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ റവയോ ഏത് വേണമെങ്കിലും ഇടാം. അപ്പോൾ ഇവിടെ രണ്ടായിട്ടാണ് ഉണ്ടാക്കുന്നത്. എനിക്കും അച്ഛനും അരിപ്പൊടി, അമ്മയ്ക്കും ചേട്ടനും ഗോതമ്പ് പൊടി. അപ്പോൾ ഇത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇത് അതിലോട്ട് ശർക്കര പാനിയും കൂടി ഒഴിച്ച് നമുക്ക് മധുരം അനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അങ്ങനെ ഒഴിച്ച് നല്ലപോലെ ഒന്ന് ആ ചൂടോട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ ഇളക്കുന്ന ടൈമിൽ അത് വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രമെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുകയാണ്. പിന്നെ ഇല ഇതുപോലെ ഒന്ന് മടക്കി എടുത്ത് നമുക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഈ മാവൊന്ന് ഫില്ല് ചെയ്ത് വെക്കണം. ഫില്ല് ചെയ്ത് വെച്ചിട്ട് ആ നട്ട് കണ്ടോ അതെടുത്ത് ഈ ഇലയിലോട്ടൊന്ന് കുത്തിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ കുമ്പിളപ്പം റെഡിയാവും. അപ്പം ഇതുണ്ടോ, ഇതൊരു കുമ്പിൾ പോലെയല്ലേ ഇരിക്കുന്നത്, അതിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന അപ്പം അതിൻ്റെ കുമ്പിളപ്പം. അപ്പോൾ അങ്ങനെയും കൂടെ വെച്ചിട്ട് ഇങ്ങനെ കുത്തി കൂടെ കൊടുക്കണം. കുത്തി കൊടുത്ത് ഇത് ഊരി വരത്തില്ല കേട്ടോ. പണ്ട് എൻ്റെ ഡൗട്ടായിരുന്നു അങ്ങനെ കുത്തി കൊടുത്ത് ഇത് ഊരി വരത്തില്ലെന്ന്. പക്ഷേ ഇതങ്ങനെ വരത്തില്ല ഗൈസ്. അങ്ങനെ നല്ലപോലെ ഒന്ന് അമക്കി വെച്ചു. അങ്ങനെ ഞങ്ങളിത് കുറേ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ വെള്ളം നല്ലപോലെ ഒന്ന് വെട്ടി തിളച്ച് വരുമ്പോഴത്തേക്കിനും ആ പാത്രത്തിലേക്ക് ഈ കുമ്പിളപ്പം ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൂടെ കൊടുക്കണം. ഇതൊരു അരമണിക്കൂറൊക്കെ മതിയായിരിക്കും വേവാൻ. അരമണിക്കൂറൊക്കെ മതി. അപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മളതെടുത്ത് അതിൻ്റെ ചൂടൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കത് തിന്നാം. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അങ്ങനെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് കളഞ്ഞ് ഞാനൊന്ന് തിന്ന് നോക്കുകയാണ്. അപ്പോൾ ഞാൻ കഴിച്ചു. എനിക്കിഷ്ടമാണ് കുമ്പിളപ്പം. കുമ്പിളപ്പത്തിനേക്കാളും ഇഷ്ടം ഇത് സെയിം നമ്മൾ വാഴയിലയിൽ ഉണ്ടാക്കും, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.